കൂട്ടുകാരെ, ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഒരു വണ്ടി പരിചയപ്പെടുത്തി തരാം. ഇത് വിൽക്കാനുള്ള വണ്ടിയല്ല, നിങ്ങൾ ഇത്തരം വണ്ടി കണ്ടിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി. ഈ ഒരു വണ്ടി നിങ്ങൾ മിക്കവാറും ആളുകൾ കണ്ടിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇനി കണ്ടിട്ടുള്ള ഒരു കമൻറ്റ് ചെയ്തോ, ഈ വണ്ടിനെ കുറിച്ച് അറിയുന്ന ഒരു കമൻറ്റ് ചെയ്തോ. ഹോണ്ടയുടെ എറ്റർണോ 150 എന്ന് പറഞ്ഞിട്ടുള്ളൊരു വണ്ടിയാണ്. ഈ വണ്ടിയുടെ പ്രത്യേകത ഇപ്പോൾ എന്തിനാന്ന് തോന്നുന്നു, കാണുമ്പോൾ വിചാരിക്കും ആക്റ്റീവ പോലത്തെ വണ്ടിയാണ്. ആക്റ്റീവ പോലത്തെ വണ്ടിയാണെന്നുള്ളത് ശരിയാണ്, പക്ഷേ ഇത് ആക്റ്റീവ അല്ല കേട്ടോ. അപ്പോൾ ഇത് വിൽക്കാനുള്ളതല്ല. ഇപ്പോൾ ഞാൻ ഓണറോട് പറഞ്ഞപ്പോൾ ആൾ പറയണേ, ആളുടെ കയ്യിൽ ഈ വണ്ടി 3 ഉണ്ട്. ആളതൊരിക്കലും വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിൻ്റെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പനി ഒരിക്കലും ഇതിന് സെൽഫോ അല്ലെങ്കിൽ എന്തിനാ പറയുക, ബാറ്ററിയിൽ ഉപയോഗിച്ചിട്ടുള്ള ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊന്നുമില്ല. വണ്ടി സ്റ്റാർട്ടാക്കിയതിന് ശേഷം മാത്രമുള്ള ഇൻഡിക്കേറ്റർ ഹോണുള്ളൂ. പക്ഷേ ഇദ്ദേഹം ഇതിൽ സെൽഫ് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ മറ്റേ വെസ്പൊക്കെ അടിക്കൂലേ, അതുപോലെ കിക്കർ അടിച്ച് സ്റ്റാർട്ടാക്കിയിട്ട് വേണം ഈ വണ്ടി സെറ്റാക്കാനായിട്ട്. പക്ഷേ ഈ വണ്ടിക്ക് യാതൊരു വിധത്തിലുള്ള കംപ്ലൈൻറ്റ്, അതായത് കംപ്ലൈൻറ്റ് ഭയങ്കര കുറവാണെന്നാണ് പറയുന്നത്. 20 വർഷം പഴക്കമുള്ളൊരു വണ്ടിയാണ്. 2005 മോഡലായിട്ടുള്ള ഹോണ്ടയുടെ വണ്ടിയാണ്. ഇനി ഇതിൻ്റെ ബ്രേക്കിനെ കുറിച്ച് പറഞ്ഞാലാണ്. ബ്രേക്ക് വേണ്ട, നമ്മൾ സാധാരണ സ്കൂട്ടറിൻ്റെ കൈമേലല്ല ഉണ്ടാവുക. ഇതിൻ്റെ ബ്രേക്ക് ഇത് കാലുമയാണ്. ഈ വണ്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമോ? ഒരു സാധ്യതയും ഉണ്ടാവുകയില്ല. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ വണ്ടി കാണുന്നത്. ഇനിയിപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിയറിന് വേറെ ഗിയറൊക്കെ ഇടില്ലേ നമ്മൾ, അതുപോലെ കാണാം. ന്യൂട്രൽ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഇങ്ങനെ ഗിയറിട്ട് വേണം ഈ വണ്ടി ഓടിക്കാനായിട്ട്. ഇപ്പോൾ ഈ വണ്ടിയുടെ ഉടമസ്ഥ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടി സെൽഫാക്കി. അപ്പോൾ ഹോണിന് പകരം ഇത് സെൽഫിൻ്റെ സ്വിച്ചാക്കി, ഇത് ഹോണാക്കി. അപ്പോൾ ആൾ അവിടെ സെപ്പറേറ്റ് എന്താ പറയുക, ഇവിടെയൊക്കെ ഒരു ചെയിനൊക്കെ കൊടുത്ത്, ഇവിടെ ചെറിയൊരു ചെയിൻ കാണുന്നില്ലേ, ഈ ചെയിനൊക്കെ കൊടുത്ത് സംഗതി മോട്ടറൊക്കെ സെറ്റാക്കി അടിപൊളിയാക്കി. പിന്നെ അത് ഇവിടെ ഒരു ചെറിയ ഭാഗം ഇവിടെ കട്ട് ചെയ്ത് ഒരു പീസൊക്കെ വെച്ച് ബാറ്ററിയൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടാണ്. പെട്രോളിൽ ഓടുന്ന ഈ വണ്ടിയുടെ മൈലേജ് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 85 കിലോമീറ്റർ ആൾക്ക് ഇപ്പോഴും ഈ 20 വർഷത്തെ പഴക്കത്തിലും ഇവന് കിട്ടുന്നുണ്ട്. അതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. അപ്പോൾ അടിപൊളി ഒരാൾക്ക് ഇതിൽ സന്തോഷമുള്ളൂ. ഇതുവരെ ആളെ പണിയിപ്പിച്ചിട്ടില്ല, ഒരു ബുദ്ധിമുട്ടും ആൾക്ക് വന്നിട്ടില്ല എന്ന് പറയുന്നത്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഈ ഒരു വണ്ടി കാണുന്നത്. ഹോണ്ടയുടെ എറ്റർണോ 150 എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടി. 80 മൈലേജ്, കയ്യിൽ ഗിയർ, ക്ലച്ച്, പിന്നെ കാലുമ ബ്രേക്കായിട്ടുള്ള ഒരു സ്കൂട്ടർ. ജസ്റ്റ് വണ്ടി കണ്ടപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തെന്നുള്ളൂ. നിങ്ങൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാ. ഇത് ഇരിങ്ങാലക്കുടയുള്ള സാറിൻ്റെയിലാണ് ഇരിക്കുന്നത്. 3 വണ്ടീൻ്റെ ഉള്ളതിൽ അടിപൊളി വണ്ടിയിൽ. നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ഇത്ര വണ്ടി കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂടാ, വെറുതെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ വണ്ടി പ്രാന്തമാരായ കൂട്ടുകാരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ. അല്ല, നമ്മൾ ഒരു സാധനത്തുമ്പോൾ പിടിച്ച് വിശ്വാസത്തെ പിടിച്ച് പറ്റിയാൽ പിന്നെ നമുക്ക് പ്രശ്നമില്ല. ഇത് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഇതിന്റെ മെക്കാനിക്കൊക്കെ ഇപ്പോഴും ഈസിയാണ്, ചെയ്യാൻ പറ്റും. അല്ല, മറ്റേ സാധാ സാധനങ്ങൾ ഇപ്പൊ പറഞ്ഞ ബ്രേക്ക് ഷൂ അല്ലെങ്കിൽ അങ്ങനെ കറക്റ്റ് ആണ്. പിന്നെ ഞാൻ ഓൾ ഇന്ത്യ എറ്റർണോ ഓണേഴ്സിന്റെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലുണ്ട്. അപ്പൊ ഇപ്പൊ എനിക്ക് ഞാൻ ഈ 3 വണ്ടി വരാനുള്ള കാര്യം പറയട്ടെ. 2 വണ്ടിയായിരുന്നു എൻ്റെ കയ്യില്. അപ്പൊ ഇതിന് സ്പെയർ പാർട്സിന് ലഭ്യതയ്ക്ക് ഇത്തിരി ബുദ്ധിമുട്ട് തോന്നി. അപ്പൊ എനിക്ക് തോന്നി ഇത് കയ്യിൽ വെച്ചാൽ പണിയാവില്ലോ, എന്ത് ചെയ്യും. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു സ്ക്രാപ്പ് സംഭവം. ഇതുമേ ഒരുപാട് കഥകളുണ്ട്. ഒരു ദിവസം ഫുള്ളിരുന്ന് പറഞ്ഞു തീരാത്ത കഥകൾ ഈ സാറിന് പറയാനുണ്ട്. പക്ഷെ ആള് അങ്ങനെ വെളിച്ചത്ത് വരാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് പറഞ്ഞു തന്നിട്ടുള്ള കഥ ഞെട്ടുന്ന കഥകളാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ് ഈ കാണുന്നത്. സാറ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2018 വെള്ളപ്പൊക്കത്തിൽ ഈ വണ്ടിയേക്കാളും ഒരു 4 അടി 5 അടി ഹൈറ്റിൽ വെള്ളം കയറി. എന്നിട്ടാണ് ഒരു കേബിൾ മാറിയത്. അതായത് റെഗുലറായിട്ട് തന്നെ സാധാരണ ബ്രേക്ക് ഷൂ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആൾ മാറാറുണ്ട്. പക്ഷേ ഇതിനൊരു കംപ്ലൈൻ്റ് എന്ന് പറയാനായിട്ട് ആ കേബിൾ പൊട്ടിയത് അന്ന് മാത്രമാണ്. അപ്പം ഇവൻ്റെ ഒരു പവർ അല്ലെങ്കിൽ ഇവൻ്റെ ഒരു എന്താ പറയുക, സ്റ്റെബിലിറ്റി, അതിൻ്റെ ക്വാളിറ്റി, ഹോണ്ടയുടെ വണ്ടിയുടെ ക്വാളിറ്റി എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി കഥയൊക്കെ കേട്ടിട്ട്. പിന്നെ മാത്രം ഈ വണ്ടിയും ആൾ വീൽ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്, ആളെ നല്ല കാലത്ത് വീൽ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ വണ്ടിക്ക് എന്തോരം ക്വാളിറ്റി ഉണ്ടാവുമെന്ന് വെച്ചാൽ ആലോചിച്ച് നോക്ക്. അതുപോലെ തന്നെ ഇതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഇതിലെ ഇന്ത്യയിലുള്ള മിക്ക ആളുകളായിട്ടുള്ള ഗ്രൂപ്പുണ്ട്. അതിലാൾ എൻജിൻ ഈ സെൽഫ് സെറ്റ് ചെയ്തതിന് ശേഷം ആളൊരു വീഡിയോ ഇട്ടപ്പോൾ ആൾക്ക് പിന്നെ സമാധാനം ഉണ്ടായിട്ടില്ലേ. പിന്നെ ആൾക്ക് ഈ വണ്ടീനെ കുറിച്ച്, വണ്ടീൻ്റെ എൻജിനെ കുറിച്ച് സാധനങ്ങളൊക്കെ ചെയ്യാനും പിടിക്കാനൊക്കെ അത്യാവശ്യം വിവരമുള്ള ആളാണ്. അതുപോലെ വണ്ടി അത് നല്ലോണമുള്ള ഒരാളാണ്. അത് കാരണമുള്ളതൊക്കെ ചെയ്ത് കൊണ്ടു നടക്കണേ. ആൾക്ക് പണി കിട്ടിയിട്ടില്ല പറയുന്നത്. ഇവിടെ ഇന്നും ബുള്ളറ്റും കാര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ആളിപ്പോഴും എറണാകുളത്തേക്കും കാര്യങ്ങളൊക്കെ യാത്ര ചെയ്യുന്നത് ഈ വണ്ടി വേണ്ട. ഇപ്പം എൻ്റെ കൂടെ ആയിരിക്കുന്നതും, ഇപ്പോൾ ഞങ്ങൾ വേറെ സ്ഥലം വരെ വന്നതാണ്, അവിടെ ആയിരിക്കുന്നതും ഈ വണ്ടി തന്നെയാണ്. അത് നല്ല വെയിറ്റ് ഉണ്ട്, ഈ വണ്ടിക്ക് നല്ല വെയിറ്റ് ഉണ്ട്.
നല്ല ബ്രേക്കിംഗ് സിസ്റ്റം ഇപ്പോഴും അടിപൊളിയാണെന്ന് പറയുന്നത്. അപ്പോൾ ഇവൻ്റെ പെർഫോമൻസ് അത്രയ്ക്കും അടിപൊളിയാവുമല്ലോ. അപ്പോൾ ഈ വണ്ടിയുടെ വിശേഷം, ഈ വണ്ടീനെ കണ്ടതിലാണ് ഏറ്റവും വലിയ സന്തോഷം. ഈ വണ്ടീനെ കുറിച്ച് അറിയാൻ പറ്റിയതിൽ അതിലേറെ സന്തോഷം. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഇത്തരം വാഹനങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. മറ്റൊരു വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങളുമായി ഇനിയും വരുന്നവരെ എല്ലാവരോടും ബൈ ബൈ.